വെൽക്കം ടു സെറ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഫർ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. എന്താണ് ബഫർ സൊല്യൂഷൻ എന്നുള്ള കാര്യം. സോ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ദി വൺ വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച്. നമ്മൾ ഒരു സൊല്യൂഷന്റെ പി എച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ബഫർ സൊല്യൂഷൻ is the one which resists any change in its pH even upon addition of small amounts of acid or base. ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ സാധാരണ ഒരു സൊല്യൂഷനിലേക്ക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പി എച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതേപോലെ ബേസ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? പി എച്ച് ചേഞ്ച് ചെയ്യും. പക്ഷേ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ പി എച്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ബഫർ സൊല്യൂഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആണ് അസിഡിക് ബഫർ, ദെൻ ബേസിക് ബഫർ. ഒന്നുമില്ല, എന്താണ് അസിഡിക് ബഫർ, എന്താണ് ബേസിക് ബഫർ? സോ അസിഡിക് ബഫർ എന്ന് വെച്ചാല് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? മിക്സിംഗ് സൊല്യൂഷൻസ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്. ഒരു വീക്ക് ആസിഡിലേക്ക് അതിന്റെ സോൾട്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അസിഡിക് ബഫർ കിട്ടുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ബേസിക് ബഫർ എപ്പോഴായിരിക്കും? ഒരു വീക്ക് ബേസും അതേപോലെ തന്നെ അതിന്റെ സോൾട്ടും തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ബേസിക് ബഫർ കിട്ടുക. ഓക്കെ, അപ്പൊ അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അസറ്റിക് ആസിഡ്, ഒരു വീക്ക് ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ സോൾട്ട് സോഡിയം അസറ്റേറ്റ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ബഫറിനെയാണ് എന്ത് പറയുന്നത്? അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഇതിന്റെ പി എച്ച് എന്ന് പറയുന്നത് അറൌണ്ട് 4.5 ഒക്കെയാണ്, അല്ലെങ്കിൽ 4.7. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പി എച്ച് എപ്പോഴും മെയിൻറ്റെയിൻഡ് അറൌണ്ട് 4.7. ഓക്കെ, ഇനി ബേസിക് ബഫേഴ്സില്ല. ബേസിക് ബഫറിൽ നമുക്ക് ഒരു വീക്ക് ബേസ് ആണ് അതിന്റെ സോൾട്ടുമായിട്ട് മിക്സ് ചെയ്യേണ്ടത്. സോ വീക്ക് ബേസിന് എക്സാമ്പിൾ ഏതാ? അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. ഞാൻ എന്ത് ചെയ്യുന്നു? അമോണിയം ക്ലോറൈഡ് അതിന്റെ സോൾട്ടുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന ബഫറിനെയാണ് എന്ത് പറയുന്നത്? ബേസിക് ബഫർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 9 അറൌണ്ട് ആയിരിക്കും. 9.2, 9.3 ആ ഒരു വാല്യൂലാണ് നമുക്ക് എന്ത് കിട്ടുക? ബേസിക് ബഫർ. ഈ ഒരു സ്പെസിഫിക് ബഫറിന്റെ പി എച്ച് ഉണ്ടാവും. ഓക്കെ, സോ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എനി ചേഞ്ച് ഇൻ പി എച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷനെയാണ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ബഫേഴ്സ് ഉണ്ട്, ആസിഡ് ബഫേഴ്സും അതുപോലെ തന്നെ ബേസിക് ബഫേഴ്സും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബഫർ സൊല്യൂഷൻ. നിങ്ങൾക്ക് പൊതുവെ ബഫർ സൊല്യൂഷനെ കുറിച്ച് ഒരു ഷോർട്ട് പാരഗ്രാഫോ അല്ലെങ്കിൽ എസ്സേ പോലെയൊക്കെ എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പി എച്ച് വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ പി എച്ച് റിമെയിൻസ് അൺആൾട്ടേർഡ്, എന്ത് ചെയ്യുന്നില്ല? പി എച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഈവൻ ഓൺ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം ഓർ ഓൺ ഡൈല്യൂഷൻ. നമ്മൾ അത് ഡൈല്യൂട്ട് ചെയ്താലും അല്ലെങ്കിൽ കുറെ കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും അതിന്റെ പി എച്ച് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സാധാരണ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ കുറെ കാലം സൂക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ പി എച്ചിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പി എച്ചിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബഫർ സൊല്യൂഷനിൽ ഈ രണ്ട് കേസിലും അതിന്റെ പി എച്ച് എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് ഓൾമോസ്റ്റ് അൺആൾട്ടേർഡ് അപ്പോൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ഓർ എ സ്ട്രോങ് ബേസ്. ഇത് തന്നെയാണ് ബഫർ സൊല്യൂഷന്റെ ഡെഫിനിഷനും. അപ്പൊ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. നമ്മൾ ബഫർ സൊല്യൂഷനിലേക്ക് ഒരു സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസോ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്ത് ചേഞ്ച് ചെയ്യരുത്? പി എച്ച് ചേഞ്ച് ചെയ്യരുത്.
ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് ബഫർ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. എങ്ങനെയാണ് ഒരു ബഫർ സൊല്യൂഷൻ ആക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ബഫേഴ്സ് പഠിച്ചിട്ടുണ്ട്. അസിഡിക് ബഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് ബഫേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അസിഡിക് ബഫേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അസിഡിക് ബഫറിന് നമ്മൾ ഏതായിരുന്നു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്? ഒരു വീക്ക് ആസിഡ്, അസറ്റിക് ആസിഡും അതുപോലെ തന്നെ അതിന്റെ സോൾട്ടും, സോഡിയം അസറ്റേറ്റ്, ഇത് രണ്ടിന്റെയും മിക്സ്ചർ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അസിഡിക് ബഫറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ പി എച്ച് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, പി എച്ചിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഒരു മിക്സ്ചറില് ഏതൊക്കെ അയോൺസ് ഉണ്ടാവും? CH3CO- ഉണ്ടാവും, എന്ന് വെച്ചാൽ അസറ്റേറ്റ് അയോൺസ് ഉണ്ടാവും, CH3COO-, then Na+, then H+. ഇത്രയും അയോൺസ് ഇതിൽ ഉണ്ടാവുമല്ലോ. ദെൻ നമ്മൾ വാട്ടറിന്റെ കുറച്ച് H+ഉം OH- ഉണ്ടാവും, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഈ ഒരു അസിഡിക് ബഫറിലേക്ക് ലെറ്റ്സ് സേ ഞാനൊരു ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഉള്ള CH3COO- അസറ്റേറ്റ് ആനയോൺസ് അതെന്ത് ചെയ്യുന്നു? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇത് അക്വസ് സൊല്യൂഷൻ ആണല്ലോ. അക്വസ് സൊല്യൂഷനിൽ വാട്ടറിനോട് H+ ചേരുമ്പോഴാണ് എന്താകുന്നത്? ഹൈഡ്രോണിയം അയോൺ H3O+ ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു സൊല്യൂഷൻ ഇതെന്തായിട്ട് മാറി? CH3COOH അതുപോലെ തന്നെ വാട്ടറുമായിട്ട് മാറി. ഓക്കെ, സോ ഈ CH3COOH ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുള്ള ആളല്ലേ, അതുകൊണ്ട് അവിടെ പി എച്ച് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല, പി എച്ച് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതാണ് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള കേസ്. ഇനി ഞാൻ ബേസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ? ബേസ് എന്ന് പറയുമ്പോൾ പൊതുവെ OH-. സോ ഞാന് ഇവിടെ എന്തുണ്ട്? CH3COOH ഉണ്ട്, എന്ന് വെച്ചാല് വീക്ക് ആസിഡ് ആണ്, അതുകൊണ്ട് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഉണ്ടാവില്ല, കുറച്ചൊക്കെ CH3COOH തന്നെ ആയിട്ട് നിൽക്കും. ഇതുമായിട്ട് എന്ത് കമ്പൈൻ ചെയ്യുന്നു? OH- കമ്പൈൻ ചെയ്യുന്നു. OH- കമ്പൈൻ ചെയ്യുന്ന സമയത്ത് CH3COO- അതുപോലെ തന്നെ വാട്ടറുമായിട്ട് മാറും. ഇതും നമ്മുടെ സിസ്റ്റത്തിലുള്ള ആളല്ലേ, CH3COO- എന്നുള്ളത് നമ്മുടെ ഓൾറെഡി ഉള്ള സൊല്യൂഷനിലുള്ള ആളാണ്. അപ്പൊ അവിടെ പി എച്ചിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല, പി എച്ച് റിമെയിൻസ് അൺആൾട്ടേർഡ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് ബേസിക് ബഫറിന്റെ കേസിൽ. ബേസിക് ബഫർ, സോ ബേസിക് ബഫറിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അമോണിയം ഹൈഡ്രോക്സൈഡും അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡ്, ഇതിന്റെ മിക്സ്ചർ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക? NH4+ ഉണ്ടാവും, ദെൻ OH- ഉണ്ടാവും, Cl- ഉണ്ടാവും. ഓക്കെ, ദെൻ H2O വാട്ടർ ആയുള്ളത് കൊണ്ട് അവിടെ H+ഉം OH- ഉണ്ടാവും, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ ബേസിക് ബഫറിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പി എച്ച് എന്ത് ചെയ്യണം? അൺആൾട്ടേർഡ് ആയിട്ട് നിൽക്കണം, റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ NH4OH ഉണ്ടാവുമല്ലോ. NH4OH ഒരു വീക്ക് ബേസ് ആണ്, അപ്പൊ കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്തായാലും നടക്കില്ല. സോ ഇത് H3O+ആയിട്ട് കൂടി ചേർന്നിട്ട്, നമ്മൾ ആഡ് ചെയ്യുന്ന ആസിഡുമായിട്ട് കൂടി ചേർന്നിട്ട് അതെന്തായിട്ട് മാറും? NH4+ അതുപോലെ തന്നെ വാട്ടറും. NH4+ അയോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും. ഈ NH4+ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആളല്ലേ, അപ്പൊ അവിടെ പി എച്ചിൽ ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. സോ അവിടെ പി എച്ച് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ ഞാനൊരു ബേസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിലോ? NH4+ ആഡ് ചെയ്യുന്നു. NH4+ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, ഇതിലേക്ക് ഞാനൊരു ബേസ് എന്ന് വെച്ചാൽ OH- ആഡ് ചെയ്യുന്നു. OH- ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് കമ്പൈൻ ചെയ്തിട്ട് എന്താവും? NH4OH ആവും. ഈ NH4OH നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ആളല്ലേ. ഓക്കെ, സോ അപ്പോഴും അവിടെ പി എച്ച് എന്താണ്?
കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു അസിഡിക് ബഫറിലും ബേസിക് ബഫറിലും ബഫർ സൊല്യൂഷൻസ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ബഫർ സൊല്യൂഷനെ കുറിച്ച് ഒരു എസ്സേ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് മൊത്തം എഴുതണം. ബഫർ സൊല്യൂഷൻ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ മെക്കാനിസം, ആക്ഷൻ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാല് pH ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഒരു അസിഡിക് ബഫറിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ആസിഡിന്റെ കേസിൽ ഇതായിരിക്കും നമുക്ക് pH കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, pH ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനി ബേസിന്റെ കേസിലാണെങ്കിലോ pH ഈസ് ഈക്വൽ ടു pKb പ്ലസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഹെൻഡേഴ്സൺ ഹാസൽബാഷ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ദെൻ ബഫർ സൊല്യൂഷൻസിന്റെ അല്ലെങ്കിൽ ബഫേഴ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ബഫേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബഫർ എങ്ങനെയുള്ള ആൾക്കാരാണ്, pHലുള്ള ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ബഫേഴ്സ് അല്ലെങ്കിൽ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ടാനിങ് ഓഫ് ലെതർ ഇങ്ങനെയുള്ള പ്രോസസ്സിൽ നമുക്കൊരു കോൺസ്റ്റന്റ് pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സിട്രിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്, ഈ ഒരു ബഫർ സൊല്യൂഷൻ നമുക്ക് എവിടെ യൂസ് ചെയ്യുന്നതാണ്, സ്റ്റെറിലൈസിങ് പെനിസിലിൻ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മാഗ്നീഷ്യ ഇങ്ങനെയുള്ള പ്രോസസ്സിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബഫർ സൊല്യൂഷൻ ആണ് ആര്, സിട്രിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്. ഓക്കെ, ദെൻ വേരിയസ് ബയോളജിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് ബോഡിയിൽ ഇപ്പൊ കാർബോണിക് ആൻഹൈഡ്രേസിന്റെ കേസിൽ അവിടെയൊക്കെ എന്തുണ്ട്, ബഫർ സൊല്യൂഷന്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് എന്തും കൂടെ എഴുതാം, ലബോറട്ടറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിന്റെ കേസിൽ നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഓരോ ടൈട്രേഷൻ. ഇപ്പൊ EDTA ടൈട്രേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ നമുക്കൊരു സ്പെസിഫിക് pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ EDTA ഒക്കെ പോയിട്ട് ബൈൻഡിങ് ഒക്കെ കാര്യമായിട്ട് നടക്കുകയുള്ളൂ. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ബഫർ സൊല്യൂഷൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക് എന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.